സന്തോഷമാർഗം എന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാനാണ് നമുക്കൊരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. മനുഷ്യൻ്റെ പരാതി കേട്ടിട്ടില്ലേ? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല, അങ്ങനെയൊക്കെയുള്ളതായ ഒരുപാട് നിലവിളിയുടെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ നിരാശയുടെ വാക്കുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നുണ്ടോ? ദൈവം നമ്മെ കൈവിടുന്നുണ്ടോ? എൻ്റെ കഷ്ടതയുടെ സാഹചര്യങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ ആരും നിന്നെ സഹായിപ്പാനില്ലാതിരിക്കുമ്പോൾ, ആർക്കും നിന്നെ സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നുണ്ടോ? സത്യത്തിൽ മനുഷ്യനിപ്പോൾ ഉപേക്ഷിച്ച് പോയി നിന്നേക്കും. നമ്മുടെ നന്മകളെല്ലാം പറ്റി മനുഷ്യൻ നമുക്ക് അവരെ സഹായിപ്പാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞാൽ അവരിപ്പം പിന്മാറിപ്പോയെന്ന് വരും. നമ്മൾ സ്നേഹിച്ചവരും നമ്മൾ വളർത്തിക്കൊണ്ടുവന്നവരൊക്കെ തന്നെ ചിലപ്പോൾ അങ്ങനെ മാറിപ്പോയേക്കാം. ദൈവം അങ്ങനെ ഒരിക്കലും മാറിയില്ല. ദൈവം പറഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കില്ല, കൈവിടുകയില്ലെന്ന്. ആരെല്ലാം മറന്നാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവം കൈവിടുകയില്ല, ദൈവം ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, എന്താ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ നശിപ്പിക്കാൻ വേണ്ടിയൊന്നും ആയിരിക്കില്ല. ദൈവം അവരവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു ദൈവിക സമയവും കൂടിയുണ്ട്. ആ സമയങ്ങളിലാണ് ദൈവം പ്രവർത്തിക്കുക. നമ്മളതിന് പഠിക്കുമ്പോൾ ദർശനങ്ങൾക്ക് ഒരു അവധി വെച്ചിരിക്കുകയാണെന്നും സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിന്നോടുള്ള ദൈവപ്രവൃത്തിയുടെ എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ നീ കാത്തിരിക്കണം ക്ഷമയോടെ. എന്നാൽ നീ അത് പ്രാപിക്കാതിരിക്കാനായിട്ട്, നിൻ്റെ മനസ്സിൽ ദൈവത്തെ നിഷേധിച്ച് പറയുവാനായിട്ട്, ദൈവത്തെ തള്ളി പറയുവാനായിട്ട്, ദൈവത്തിനെതിരെ പിറുവിറുക്കാനായിട്ട് കഷ്ടത കൊണ്ടുവന്ന് നിൻ്റെ മനസ്സ് മടുപ്പിച്ച് ദൈവം ഇല്ലെന്ന് പോലും പറയിക്കാനായിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ ശത്രുവായ പിശാച് ശ്രമിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഉപേക്ഷിക്കുകയില്ല, എന്നെ അനുഗ്രഹിക്കും, എന്നെ സഹായിക്കും. ഒരു സമയത്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ തൻ്റെ അത്ഭുത പ്രവൃത്തിയെ വെളിപ്പെടുത്തും എന്നുള്ളതായ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും. നിശ്ചയമായും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്നൊക്കെ പറയുന്നത്. എന്നാൽ മറിച്ച് ചിന്തിക്കണം, എന്നെ സഹായിപ്പാനായിട്ട് ആർക്കും കഴിയില്ലെങ്കിൽ സഹായിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കുന്നു വിശ്വസിക്കണം. അല്ലാതെ നമ്മൾ കൂടെ പറയണം. സാഹചര്യങ്ങളൊക്കെ എൻ്റെ കാര്യം പോക്കാന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, അല്ല, എനിക്കൊരു ദൈവമുണ്ട്, അവനെ വിടുവിക്കും, അവനെ രക്ഷിക്കും, നമ്മൾ തന്നെ പറയട്ടെയായിത്തീരണം. ആ പ്രത്യാശയിലും വിശ്വാസം ജീവിച്ച് പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും നിരാശപ്പെട്ടു പോകാതെ പ്രതീക്ഷയോടും ധൈര്യത്തോടും അവയെ നേരിടുവാനായിട്ട് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.